ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തഡോളജി ഓഫ് ഹ്യൂമാനിറ്റീസിലെ ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി എന്ന ചാപ്റ്ററാണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭാഷ, കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരം, ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം. ലാംഗ്വേജും കൾച്ചറും ഐഡൻറ്റിറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Language is a medium of communication. It could be visual, oral, gestural or a combination of all of them. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഭാഷ, മീഡിയം എന്ന് പറഞ്ഞാൽ മാധ്യമം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആശയവിനിമയം. ആശയവിനിമയം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏതൊരു മാധ്യമത്തെയും ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഇത് വിഷ്വൽ ആവാം, ഫോർ എക്സാമ്പിൾ റൈറ്റിംഗ്, പ്രിന്റ്, സിനിമ. ഓറൽ ആവാം, കേൾക്കുന്ന എന്തെങ്കിലും ആവാം. മ്യൂസിക്, സ്പീച്ച്. ജസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗ്യഭാഷ, അങ്ങനെ ആംഗ്യഭാഷയിലൂടെ നമുക്ക് കാര്യങ്ങൾ നമ്മൾ കൺവേ ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ഹാൻഡ് വേവിങ്, നോഡിങ്, കണ്ണുകൾ കൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ ജസ്റ്ററിൽ വരും. അതല്ലെങ്കിൽ എ കോമ്പിനേഷൻ ഓഫ് ഓൾ ഓഫ് ദം, ഈ വിഷ്വലിൻ്റെയും ഓറലിൻ്റെയും ജസ്റ്ററിൻ്റെയും ഇതിൻ്റെ എല്ലാം കോമ്പിനേഷനായിട്ടും നമുക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇനി ലാംഗ്വേജിൻ്റെ ചില ഫീച്ചേഴ്സ് നോക്കാം. ലാംഗ്വേജ് കൺസ്ട്രക്ട്സ് റിയാലിറ്റി ഫോർ അസ്. ഈ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലാംഗ്വേജ് കൺസ്ട്രക്ട്സ് റിയാലിറ്റി ഫോർ അസ്. ലാംഗ്വേജ് ഈസ് എ സോഷ്യൽ സിസ്റ്റം ബേസ്ഡ് ഓൺ ഡിഫറൻസ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറൻസ്. എക്സാമ്പിൾ, ദ വേർഡ് കാറ്റ് മേക്സ് സെൻസ് ടു അസ് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് ലുക്ക് ഓർ സൗണ്ട് ലൈക്ക് ബാറ്റ് ഓർ ഹാറ്റ് ഓർ ഫാറ്റ്. കാറ്റ് ഇസ് നോട്ട് ബാറ്റ് ബിക്കോസ് നമ്മുടെ ഓരോ വേർഡ്സും മറ്റൊരു വേർഡിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഒരു വേർഡ് മറ്റൊന്നല്ലാത്തതുകൊണ്ടാണ് ആ വേർഡ് ആകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ലാംഗ്വേജ് ഈസ് ബേസ്ഡ് ഓൺ ഡിഫറൻസ്. ദ റിലേഷൻഷിപ്പ് ഓഫ് വേർഡ്സ് ടു ദ തിങ്സ് ദേ ഡിസ്ക്രൈബ് ഈസ് ആർബിട്രറി. ഒരു വേർഡും അതിൻ്റെ മീനിങ്ങും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആണ്. ആർബിട്രറി എന്ന് പറഞ്ഞാൽ ചേഞ്ചബിൾ, മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരു വേർഡും അതിൻ്റെ അർത്ഥവും പലപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഭാഷയല്ല ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് വാക്കുകളുടെ അർത്ഥങ്ങളിൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ അടിച്ചു പൊളിച്ചു എന്നൊക്കെ പറയുമ്പോൾ പണ്ട് അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ തല്ലി തകർത്തു എന്നാണ് അർത്ഥം. ഇപ്പോൾ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തു എന്നാണ് അർത്ഥം. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും എന്ന് പറഞ്ഞാൽ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ചേഞ്ചബിൾ ആണ്. അത് ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. This relationship is established through repeated use and convention. വാക്കും അതിൻ്റെ മീനിങ്ങും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ റിപ്പീറ്റഡ് യൂസ് ആൻഡ് കൺവെൻഷൻ. റിപ്പീറ്റഡ് യൂസ് വഴിയാണ് ഈ ഒരു വേർഡും അതിൻ്റെ മീനിങ്ങും തമ്മിലൊരു ബന്ധം ഉണ്ടാവുന്നത്. അടിച്ചു പൊളിച്ചു എന്നുള്ളത് അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ അടിപൊളി ആയിരുന്നു, അല്ലെങ്കിൽ അത് വളരെ നന്നായി എൻജോയ് ചെയ്തു എന്നുള്ള ആ ഒരു മീനിങ് ആയിട്ട് നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്യുമ്പോഴാണ് അതിന് അങ്ങനെ ഒരു മീനിങ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം ഒരു വേർഡും അതിൻ്റെ മീനിങ്ങും തമ്മിലുള്ള ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ത്രൂ റിപ്പീറ്റഡ് യൂസ് ആൻഡ് കൺവെൻഷൻ ആണ്. കൾച്ചർ എന്ന് പറഞ്ഞാൽ സംസ്കാരം. ദ മീനിങ് ഓഫ് വേർഡ്സ് ഇസ് ലൊക്കേറ്റഡ് വിത്തിൻ സോഷ്യൽ യൂസ് ആൻഡ് കൺവെൻഷൻ, ദാറ്റ് ഈസ് കൾച്ചർ. വാക്കുകളുടെ അർത്ഥം എന്ന് പറഞ്ഞത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ്. ഒരു സമൂഹം ഒരു വാക്കിനെ എങ്ങനെ ഉപയോഗിക്കുന്നു, എന്ത് രീതിയിൽ ഉപയോഗിക്കുന്നു, അതിനനുസരിച്ചിട്ടാണ് ആ വാക്കിൻ്റെ അർത്ഥം വരുന്നത്. ആ ഉപയോഗിക്കുന്ന രീതി, അതിന് പറയുന്ന പേരാണ് കൾച്ചർ. അതായത് ആ സോഷ്യൽ യൂസ് ആൻഡ് കൺവെൻഷനെ പറയുന്ന പേരാണ് കൾച്ചർ എന്ന്. ഫോർ എക്സാമ്പിൾ, ശശി എന്ന് പറയുന്ന വേർഡ്, അതാദ്യം ആ വാക്കിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ പിന്നീട് ആ വാക്ക് പിന്നീട് ഒരു കളിയാക്കുന്ന രീതിയിലേക്ക് വന്നു. അത് നമ്മുടെ കൾച്ചറിലാണ് അത് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമൂഹം അത് ഉപയോഗിക്കുന്ന രീതി, എന്തൊരു കാര്യമായിക്കോട്ടെ അതിന് ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു രീതി, ആ രീതിനെ പറയുന്ന പേരാണ് കൾച്ചർ. സോഷ്യൽ യൂസ് ആൻഡ് കൺവെൻഷനെ പറയുന്ന പേരാണ് കൾച്ചർ. എക്സാമ്പിൾ, എസ്കിമോ സപ്പോസഡ്ലി ഹാവ് 7 words for snow because snow is so integral to their lives. ഒരു വേർഡിൻ്റെ മീനിങ്ങും കൾച്ചറും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് എക്സാമ്പിളാണ്. എസ്കിമോസ് ജീവിക്കുന്ന സ്ഥലത്ത് ഒരുപാട് മഞ്ഞുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൾച്ചറിൽ ഒരുപാട് വാക്കുകൾ, 7 വാക്കുകളോളം സ്നോന് തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ട്രാഫിക് സിഗ്നൽ ഈ വേൾഡ് വൈഡ് ആയിട്ട് നമ്മളെല്ലാവരും ഒരേപോലെ യൂസ് ചെയ്യുന്ന ഒന്നാണ് ട്രാഫിക് സിഗ്നൽ. അതുപോലെ മൈക്രോസോഫ്റ്റ് വേർഡ് ടൂൾ ബാർ,
അതും എല്ലാ കൾച്ചറിലും ഒരേപോലെ ഉപയോഗിക്കുന്നതാണ് മൈക്രോസോഫ്റ്റ് വേർഡ് ടൂൾ ബാർ. മീനിങ്സ്, അതായത് വാക്കുകളുടെ അർത്ഥത്തിനെയാണ് മീനിങ്സ് എന്ന് പറയുന്നത്. മീനിങ് ഈസ് ഷെയർഡ് ലാംഗ്വേജ് വെർ യൂസേഴ്സ് ജനറേറ്റ് മീനിങ് ഓഫ് വേർഡ്സ് ആൻഡ് സൗണ്ട്സ് ത്രൂ ദെയർ യൂസ്. ഷെയർഡ് ലാംഗ്വേജ് ആണ് മീനിങ്. ഒരു വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാവരും ഒരേപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഷെയർഡ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ഈസ് ജനറേറ്റഡ് ത്രൂ ദെയർ യൂസ്. ഒരു വാക്കിന് ഒരു അർത്ഥം ഉണ്ടാവുന്നത് അതിൻ്റെ ഉപയോഗം വഴിയാണ്. ആ വാക്കിന് ആ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് അതിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവുന്നത്. സോ മീനിങ്സ് ആർ ജനറേറ്റഡ് ത്രൂ ദെയർ യൂസ്. മീനിങ്സ് ആർ റൂട്ടഡ് ഇൻ ദ വേ എ സൊസൈറ്റി ഹാസ് ഇൻ്റർപ്രറ്റഡ് ദ വേർഡ്സ് ഫോർ സം ടൈം. അതുപോലെ മീനിങ്സ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഒരു സൊസൈറ്റി ഒരു വാക്കിനെ ഒരു പെർട്ടിക്കുലർ കാലത്തോളം ആ രീതിയിൽ ഉപയോഗിച്ച് വരുമ്പോഴാണ് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ, ക്യാറ്റ് എന്ന് പറയുന്ന വേർഡും ആ ഒരു ആനിമലും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. പക്ഷെ ക്യാറ്റ് എന്ന് ബന്ധപ്പെടുത്തി ആ ആനിമലിനെ അങ്ങനെ ഒരു പെർട്ടിക്കുലർ കാലത്തോളം വിളിച്ചത് കൊണ്ടാണ് ക്യാറ്റ് എന്ന് പറയുന്നത് പൂച്ചയാവുന്നത്. മീനിങ് ഓഫ് ദ വേർഡ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ റെഗുലർ ആൻഡ് റിപ്പീറ്റഡ് യൂസ് ഓഫ് ദ വേർഡ് ഇൻ കണക്ഷൻ വിത്ത് ദ ആനിമൽ. ഒരു മീനിങ് ഉണ്ടാവുന്നത് ത്രൂ റെഗുലർ ആൻഡ് റിപ്പീറ്റഡ് യൂസ് ആണ്. ഇനി മീനിങ്സ്, ഒരു വേർഡിൻ്റെ മീനിങ് എന്തിലൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു, എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മീനിങ്സ് ആർ നോട്ട് റൂട്ടഡ് ഇൻ ദ വേർഡ്സ് ബട്ട് ഇൻ. ഒരു വേർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ വേർഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, മറിച്ച് റിലേഷൻ ബിറ്റ്വീൻ വേർഡ്സ്, ആ വേർഡും മറ്റ് വേർഡുകളും തമ്മിലുള്ള ബന്ധം, അതിലാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് കാറ്റ് ഇസ് കാറ്റ് ബിക്കോസ് ഇറ്റ് ഇസ് നോട്ട് ബാറ്റ്. നെക്സ്റ്റ്, ഇൻ ദ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദെയർ യൂസ്. ആ വേർഡ് ഉപയോഗിക്കുന്ന കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഇപ്പോൾ ശശി എന്നുള്ള വേർഡ് ഇവിടെ വരുമ്പോഴേ അതിനൊരു തമാശയാവുന്നുള്ളൂ. അത് വേറൊരു വേർഡിൽ ഒരു നാട്ടിലാണെങ്കിൽ അതിന് തമാശയില്ല. അപ്പോൾ ആ ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് വേർഡിൻ്റെ മീനിങ് ചേഞ്ച് ആവുന്നുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് സ്വെയർ എന്ന് പറയുന്ന വേർഡാണ്. സ്വെയർ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ കുട്ടികളുടെ അടുത്ത് പറയും ഡു നോട്ട് സ്വെയർ എന്ന്. അവിടെ സ്വെയറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അഗ്ലി വേർഡ് എന്നാണ്. ഒരിക്കലും അഗ്ലി വേർഡ് യൂസ് ചെയ്തിരുന്നതെന്നാണ് കുട്ടികളോട് പറയുന്നത്. പക്ഷെ ഒരു കോർട്ട് റൂമിൽ എത്തുമ്പോൾ അവിടെ സ്വെയർ ചെയ്യാനാണ് പറയുന്നത്. അതായത് ടു പ്രോമിസ്, നമ്മൾ കള്ളൊന്നും പറയില്ല എന്ന് പറഞ്ഞ് സ്വെയർ ചെയ്യാൻ പറയും. അവിടെ അർത്ഥം വരുന്നത് പ്രോമിസ് എന്നാണ്. അപ്പോൾ അതാണ് ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് മീനിങ് ചേഞ്ച് ആവുന്നുണ്ട്. ഇൻ ദ റിപ്പീറ്റഡ് യൂസ് ഓഫ് ദ വേർഡ്സ് ഇൻ പെർട്ടിക്കുലർ വേ. അതുപോലെ മീനിങ് ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ത്രൂ റിപ്പീറ്റഡ് യൂസ്. ഒരു വാക്കിനെ ഒരു പെർട്ടിക്കുലർ രീതിയിൽ ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങനെ ഒരു മീനിങ് കിട്ടും. അതിന് എക്സാമ്പിളാണ് ട്രാഫിക് സിഗ്നൽ. ട്രാഫിക് സിഗ്നൽസ് ആ വഴി ഉപയോഗിച്ചിട്ടാണ് റെഡ് കണ്ടാൽ നിർത്തണമെന്നും പച്ച കണ്ടാൽ പോകണം എന്നുള്ളൊരു മീനിങ് കിട്ടുന്നത്. Subjectivity can be defined as person's perception of the world. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ, ഒരു ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ പറയുന്ന പേരാണ് സബ്ജക്റ്റിവിറ്റി. ഓരോ വ്യക്തികൾക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും. ഈ കാഴ്ചപ്പാടിനെ പറയുന്ന പേരാണ് സബ്ജക്റ്റിവിറ്റി. സബ്ജക്റ്റിവിറ്റി ഈസ് ദ കണ്ടീഷൻ ഓഫ് ബീയിങ് ആൻ ഇൻഡിവിജ്വൽ. ഓരോ ഇൻഡിവിജ്വലിനും ഒരു സബ്ജക്റ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായിട്ടുള്ള ഒരു വ്യൂ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റിവിറ്റി ഈസ് ദ കണ്ടീഷൻ ഓഫ് ബീയിങ് ആൻ ഇൻഡിവിജ്വൽ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പേഴ്സൺസ് ഫീലിങ്സ് ആൻഡ് ബിലീവ്സ്. സബ്ജക്റ്റിവിറ്റിയിലുള്ളതാണ് ഒരു വ്യക്തിയുടെ ഫീലിങ്സും ബിലീവ്സും സബ്ജക്റ്റിവിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. സബ്ജക്റ്റിവിറ്റി ഡിറ്റർമൈൻസ് എ പേഴ്സൺസ് ഇൻഡിവിജ്വൽ ചോയ്സസ്. ഒരാളുടെ വ്യൂ അനുസരിച്ചിട്ടാണ് അയാൾ ഓരോ കാര്യങ്ങളും ചൂസ് ചെയ്യുക. അയാളുടെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടാണ് അയാൾ ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്യുന്നത്. It is about a person's beliefs, taste, emotional requirements and personality traits. സബ്ജക്റ്റിവിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് ബിലീവ്സ്, ഒരാളുടെ വിശ്വാസങ്ങളും ടേസ്റ്റുകളും താല്പര്യങ്ങളും, അതുപോലെ ഇമോഷണൽ റിക്വയർമെൻറ്റ്സും പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹാബിറ്റ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, സബ്ജക്റ്റിവിറ്റിയുടെ അണ്ടറിൽ വരുന്നതാണ്. Subjectivity and power relation. An individual is situated in a network of power relation which influence her or his feelings and beliefs. ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്കിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിലെ ഒരു കണ്ണിയാണ് ഏതൊരു വ്യക്തി. അതായത് ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ്. ഒരു വ്യക്തിക്ക് ഫ്രണ്ട്സ്, ഫാമിലി, സൊസൈറ്റി, അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുണ്ടായിരിക്കും. ഈ ബന്ധങ്ങളെല്ലാം
ആ ഒരു വ്യക്തിയുടെ ഫീലിങ്സിനെയും ബിലീവ്സിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ബന്ധങ്ങളെല്ലാം പറയുന്ന പേരാണ് പവർ റിലേഷൻ. Individuals are subject to power relations where their individual selves are formed in relation to others. എല്ലാ വ്യക്തികൾക്കും ഇങ്ങനെ ഒരുപാട് പവർ റിലേഷൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ഇൻഡിവിജ്വാലിറ്റി ഫോം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പവർ റിലേഷൻസ്. Example, according to Marxism, individuals are rooted in class relations and social structure. Their beliefs and perceptions are colored by the condition where they slave for others, are exploited by others or exploit others. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മാർക്സിസത്തിലെ കാഴ്ചപ്പാടുകളാണ്. മാർക്സിസത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽസിനെ അവർ വേർതിരിക്കുന്നത് ക്ലാസ് അനുസരിച്ചിട്ടാണ്, എക്കണോമിക് ക്ലാസ് അനുസരിച്ചിട്ടാണ്. വർക്കിംഗ് ക്ലാസ്സും ഉണ്ടായിരിക്കും, ബൂർഷ്വാസും ഉണ്ടായിരിക്കും. അതായത് സ്ലേവ്സും ഉണ്ടായിരിക്കും, അവരെ സ്ലേവ് ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ മാർക്സിസം അനുസരിച്ചിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്ലേവ് ആക്കി വെച്ചവരുടെ കാഴ്ചപ്പാടും അതുപോലെ ബൂർഷ്വാസിൻ്റെ കാഴ്ചപ്പാടും എന്ന് പറഞ്ഞാലും വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഇതിനൊരു എക്സാമ്പിൾ. ലാംഗ്വേജ്, കൾച്ചർ ആൻഡ് സബ്ജക്റ്റിവിറ്റി. ലാംഗ്വേജ് മേക്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഐഡൻറ്റിറ്റീസ് പോസിബിൾ. ലാംഗ്വേജ് ആണ് നമുക്ക് ഒരു ഐഡൻറ്റിറ്റി തരുന്നത്. നമ്മുടെ ലാംഗ്വേജ് കേട്ടാൽ അറിയാം നമ്മൾ ആരാണ്, നമ്മൾ എഡ്യൂക്കേറ്റഡ് ആണോ, യങ് ആണോ, വുമൺ ആണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത് നമ്മുടെ ലാംഗ്വേജ് വഴിയാണ്. അപ്പോൾ ലാംഗ്വേജ് മേക്സ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഐഡൻറ്റിറ്റീസ്. The Swiss linguist Ferdinand de Saussure argued that language consists of two components. ഫെർഡിനാൻഡ് ഡിസോഷർ, സ്വിസ് ലിംഗ്വിസ്റ്റ് ആയിട്ടുള്ള ഫെർഡിനാൻഡ് ഡിസോഷറിൻ്റെ വ്യൂ അനുസരിച്ച് ലാംഗ്വേജിന് 2 കമ്പോണൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ലാങ്, ദ റൂൾസ് ഓഫ് ലാംഗ്വേജ്. ലാങ് എന്ന് പറഞ്ഞാൽ റൂൾസ് ഓഫ് ലാംഗ്വേജ് ആണ്, അതായത് ഗ്രാമർ, തിയറി പാർട്ടാണ്, ലാംഗ്വേജിൻ്റെ തിയറി പാർട്ടാണ് ലാങ് എന്ന് പറഞ്ഞാൽ. സെക്കൻഡ് വൺ ഇസ് പെരോൾ, ദ ആക്ച്വൽ ആക്ട്സ് ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീക്കിംഗ്. പ്രാക്ടിക്കൽ യൂസേജ് ഓഫ് ലാംഗ്വേജിനെയാണ് പെരോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഹ്യൂമൻ ഫാക്ടർ ഓഫ് ലാംഗ്വേജ്. പെരോൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഫാക്ടർ ആണ്, ബിക്കോസ് സ്പീക്കിംഗ് ചെയ്യുന്നത് ഹ്യൂമൻ ആണ്, അതുകൊണ്ട് തന്നെ ഇറ്റ് ഇസ് ഹ്യൂമൻ ഫാക്ടർ. ദി യൂസ് ഓഫ് വേർഡ്സ് ആൻഡ് ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഡിപ്പെൻഡ്സ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് ഓൺ ഇൻഡിവിജ്വൽ സ്പീക്കർ ഇൻ എ പെർട്ടിക്കുലർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ സംസാരിക്കണം, ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സബ്ജക്റ്റിവിറ്റി ഇൻ ലാംഗ്വേജ്. അതുകൊണ്ടാണ് ഇങ്ങനെയാണ് സബ്ജക്റ്റിവിറ്റി ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സബ്ജക്റ്റിവിറ്റി അനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സിലും ഒക്കെ ചേഞ്ച് വരും. ലാംഗ്വേജ് ഡിഫൈൻസ് അസ് ആസ് മെയിൽ ഓർ ഫീമെയിൽ, വൈറ്റ് ഓർ ബ്ലാക്ക്, ഓൾഡ് ഓർ യങ്. ലാംഗ്വേജ് വഴി നമ്മുടെ ലാംഗ്വേജ് കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്നും, അതുപോലെ വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്നും, ഓൾഡ് ആണോ യങ് ആണോ. നിങ്ങൾക്കറിയാം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഭാഷ എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. അവരുപയോഗിക്കുന്ന വാക്കുകളും പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന വാക്കുകളിലും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ അവരുടെ ആറ്റിറ്റ്യൂഡിലും പെൺകുട്ടികളുടെ ആറ്റിറ്റ്യൂഡിലും ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ ഓൾഡ് യങ്, നമുക്കറിയാം നമ്മുടെ അമ്മമ്മമാരും അതുപോലെ അമ്മമ്മമാരുടെ ഭാഷ കേട്ടാൽ അറിയാം അവർ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. ഈ യങ് ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഷ കേട്ടാൽ അത് കുറച്ച് യങ് ആയിട്ടുള്ള ആളാണെന്ന് അറിയാം. അപ്പോൾ ഭാഷ നിശ്ചയിക്കുന്നുണ്ട് നമ്മൾ ആണാണോ പെണ്ണാണോ എന്നും, വൈറ്റ് ആണോ ബ്ലാക്ക് ആണോ എന്നും, ഓൾഡ് ആണോ യങ് ആണോ എന്നുള്ളത്. Subjectivity and identity are based on difference. I am me because I am not my father, son, neighbor, friend. The only way I can distinguish myself is by showing how I am not somebody else. Subjectivity അല്ലെങ്കിൽ അതുപോലെ ഐഡൻറ്റിറ്റിയും are based on difference. I am me. ഞാനാവുന്നത് ഞാൻ മറ്റൊരാളല്ലാതിരിക്കുമ്പോഴാണ്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വാലിറ്റി ആയിരിക്കും, ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. എനിക്ക് എൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നത് ഞാൻ മറ്റൊരാളിൽ നിന്ന് ഡിഫറെൻ്റ് ആവുമ്പോഴാണ്. Culture. We are granted names that distinguishes us from others. ഒരു കൾച്ചറിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ടായിരിക്കും. ഈ പേര് വെച്ചാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മളതിനെ വേർതിരിക്കുന്നത്. These names are not really us. They are words that seek to establish us as different from other people with other names. ഈ പേരെന്ന് പറയുന്നത് പേരും നമ്മുടെ ഇൻഡിവിജ്വൽ സെൽഫുമായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മുടെ പേരും നമ്മുടെ ഇൻഡിവിജ്വൽ സെൽഫുമായിട്ട് ഒരു ബന്ധമില്ല. പക്ഷേ ഈ പേര് വഴിയാണ് നമ്മളതിനെ മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുന്നത്.
That is, ABC describes a person not because the word ABC in any way captures the person's character, but because ABC distinguishes him or her from DF. ഇപ്പോൾ ABC എന്നുള്ളതൊരു പേരായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ABC എന്ന് പറയുന്ന പേരും ആ വ്യക്തിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല. ബിക്കോസ് ആ വ്യക്തിയുടെ ക്യാരക്ടറും ആ പേരും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല. പക്ഷെ ആ പേരാണ് ABC എന്നുള്ള പേര് വഴി അദ്ദേഹത്തിനെ DF എന്ന് പറഞ്ഞ പേരുള്ള ആളിൽ നിന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുന്നു. ഇൻ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഓഫ് നെയിം, ABC ആൻഡ് DF ആർ ഫങ്ഷൻ ആസ് ഡിസ്റ്റിങ്റ്റീവ് ഐഡൻറ്റിറ്റീസ്. നെയിമിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, നെയിംസിൻ്റെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ ABCയും DFും വേറെ വേറെ വ്യക്തികളാണ്. The identity of ABC and DEF is based on whether the culture accepts their difference. ABC ആവണമെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് അവളെ അല്ലെങ്കിൽ അവനെ അത് ABC ആണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾ ആതിര എന്നുള്ളതാണ് നിങ്ങളുടെ പേര് എന്നുള്ളത്, നിങ്ങൾക്ക് ആതിര എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തുള്ളവർ നിങ്ങൾ ആതിരയെന്ന് തിരിച്ചറിഞ്ഞാലേ അവിടെ നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ഉള്ളൂ. ആതിര എന്ന് പറഞ്ഞൊരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങളുടെ പേര് അവിടെ തിരിച്ചറിഞ്ഞിരിക്കണം. കൾച്ചർ, ഇറ്റ് ബിസ്റ്റോസ് നെയിംസ് ആൻഡ് മീനിങ് അപ്പോൺ അസ്. ഒരു കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്കൊരു പേരും അതുവഴി ഒരു മീനിങ്ങും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പേര് ആതിരയാണ്, നിങ്ങളൊരു ക്ലാസ്സിലുള്ള ഒരു ആ ക്ലാസ്സിൽ നിങ്ങൾക്ക് ആതിര എന്ന പേര് വഴി നിങ്ങളെ തിരിച്ചറിയും. അതേപോലെ തന്നെ ആതിര പഠിക്കുന്ന കുട്ടിയാണ്, അതുവഴി നിങ്ങൾക്കൊരു മീനിങ്ങും കിട്ടും. അതുപോലെ ഇറ്റ് ഡിസ്റ്റിങ്വിഷസ് അവർ നെയിംസ് ആൻഡ് ദെർഫോർ അവർ മീനിങ് ഫ്രം അതേഴ്സ്. നമ്മളുടെ പേര് വെച്ച് നമ്മളതിനെ വേർതിരിച്ചറിയുവാനും അതുപോലെ നമ്മളുടെ ക്യാരക്ടർ, നിങ്ങൾക്കിപ്പോൾ ആതിര എന്ന് പറഞ്ഞാൽ നല്ല കുട്ടിയാണ് അല്ലെങ്കിൽ നന്നായി പഠിക്കുന്ന കുട്ടിയാണെന്നുള്ള രീതിയിൽ നിങ്ങളതിനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ചറിയുവാനും സാധിക്കും. Our perception of the world is rooted in this identity and subjectivity that has been granted to us. അതുപോലെ ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഓരോ കോണ്ടെക്സ്റ്റിലും ഓരോ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. അതും നമ്മളുടെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. സബ്ജക്റ്റ് പൊസിഷൻ. സബ്ജക്റ്റിവിറ്റി ഈസ് ലിമിറ്റഡ് ആൻഡ് കൺട്രോൾഡ് ബൈ കൾച്ചർ. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ കൾച്ചർ. The subject is located within the context of culture and language. സബ്ജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വലിനെയാണ്. സബ്ജക്റ്റ് ഇസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് കൾച്ചർ ആൻഡ് ലാംഗ്വേജ്. ഓരോ സബ്ജക്റ്റും ഓരോ വ്യക്തികളും ഓരോ കോണ്ടെക്സ്റ്റിൽ ലൊക്കേറ്റഡ് ആണ്. Subject position in term used to describe the location of an individual within a social structure where power determines his or her class, gender, racial identity. ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ ഒരു വ്യക്തിയുടെ ലൊക്കേഷനെ പറയുന്ന പേരാണ് സബ്ജക്റ്റ് പൊസിഷൻ. ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ ഒരു വ്യക്തി എന്താണ് അതിനെ പറയുന്ന പേരാണ് സബ്ജക്റ്റ് പൊസിഷൻ. സബ്ജക്റ്റ് പൊസിഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലോ എന്ന് പറഞ്ഞ സോഷ്യൽ സ്ട്രക്ചറിൽ സബ്ജക്റ്റ് പൊസിഷൻ ആയിട്ട് വരുന്നത് വിക്ടിംസ്, സിറ്റിസൺസ്, ക്രിമിനൽ, ലോ കീപ്പേഴ്സ്. ഇതൊക്കെയാണ് അവിടുത്തെ സബ്ജക്റ്റ് പൊസിഷൻ. ഇപ്പം ഞാനെന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ലോ എന്ന് പറഞ്ഞ സോഷ്യൽ സ്ട്രക്ചറിൽ ചെല്ലുമ്പോൾ ഒന്നെങ്കിൽ ഞാൻ വിക്ടിമായിട്ടായിരിക്കും ചെല്ലുക, അതല്ലെങ്കിൽ ഞാൻ ക്രിമിനലായിട്ടായിരിക്കും, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിട്ടായിരിക്കും ചെല്ലുക. അപ്പോൾ ആ ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ എൻ്റെ സബ്ജക്റ്റ് പൊസിഷൻ ഒന്നെങ്കിൽ വിക്ടിമോ അല്ലെങ്കിൽ ക്രിമിനലോ അല്ലെങ്കിൽ ലോ കീപ്പറോ അല്ലെങ്കിൽ ജസ്റ്റ് സിറ്റിസണോ ആയിരിക്കും. Medicine defines us in terms of anatomy and physiology and classifies us into healthy or sick. മെഡിസിൻ എന്ന് പറയുന്ന ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ എൻ്റെ ലൊക്കേഷൻ, എൻ്റെ സബ്ജക്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അനാട്ടമി അനുസരിച്ചാണ്, എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ഹെൽത്തി ആണോ സിക്കാണോ, അതാണ് എൻ്റെ സബ്ജക്റ്റ് പൊസിഷൻ. ഞാൻ ഒന്നെങ്കിൽ ഹെൽത്തി ആയിരിക്കും അല്ലെങ്കിൽ സിക്കായിരിക്കും. ഇതിൽ എന്തെങ്കിലും ഒന്നാണ് എൻ്റെ സബ്ജക്റ്റ് പൊസിഷൻ. സബ്ജക്റ്റ് പൊസിഷൻ്റെ വേറെ ചില എക്സാമ്പിൾസ് നോക്കാം. സ്കൂൾ, കോളേജ് എന്ന് പറയുന്ന കോണ്ടെക്സ്റ്റുകളിൽ സബ്ജക്റ്റ് പൊസിഷൻസ് ചിൽഡ്രൻ, സ്റ്റുഡൻസ് ഓഫ് ഇംഗ്ലീഷ്, സ്റ്റുഡൻസ് ഓഫ് എക്കണോമിക്സ് അങ്ങനെയായിരുന്നു. അതുപോലെ ഫാമിലി എന്ന് പറഞ്ഞ കോണ്ടെക്സ്റ്റിൽ സബ്ജക്റ്റ് പൊസിഷൻ ഫാദർ, മദർ, ചൈൽഡ്, എൽഡർലി ഇതൊക്കെയാണ്. Subjectivity is not an essence of the individual but an effect of culture, language and social relation. സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന കൾച്ചറിൻ്റെയും ലാംഗ്വേജിൻ്റെയും സോഷ്യൽ റിലേഷൻ്റെയും ഒരു എഫക്റ്റാണ് ഏതൊരു വ്യക്തിയുടെയും സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത്.
Identity and subjectivity are not constant, but are always shifting and reinvented within culture. ഒരു വ്യക്തിയുടെ സബ്ജക്റ്റിവിറ്റിയും ഐഡൻറ്റിറ്റിയും എപ്പോഴും ചേഞ്ച് ആവുന്നതാണ്. They are not constant, but are always shifting and reinvented within culture. നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മുടെ ഐഡൻറ്റിറ്റി മാറിക്കൊണ്ടിരിക്കും. അതിന് എക്സാമ്പിളാണ് ഒരാൾ കോളേജിലെത്തുമ്പോൾ അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആയിരിക്കും. അതുപോലെ ബസ്സിലായിരിക്കുമ്പോൾ യാത്രക്കാരൻ എന്നുള്ളതായിരിക്കും ഐഡൻറ്റിറ്റി. അതല്ലെങ്കിൽ വീട്ടിലെത്തിയാൽ സൺ എന്നുള്ളതാണ് വീട്ടിലെ ഐഡൻറ്റിറ്റി. ഫുട്ബോൾ ഗ്രൗണ്ടിലാണെങ്കിൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ പ്ലെയർ എന്നുള്ളതായിരിക്കും. ഒരു പ്രൊട്ടസ്റ്റ് മാർച്ചിലാണെങ്കിൽ അതിലെ പാർട്ടിസിപ്പൻ്റ് എന്നുള്ളതായിരിക്കും ഐഡൻറ്റിറ്റി. നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഓരോന്നായിരിക്കും. അപ്പോൾ നിങ്ങളുടെ റിയൽ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഈ പോകുന്ന എല്ലാ ഐഡൻറ്റിറ്റികളുടെയും ഒരു സമ്മാണ്, ആകെ തുകയാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി, ശരിക്കുള്ള ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ ഐഡൻറ്റിറ്റീസിൻ്റെ എല്ലാതിൻ്റെയും ഒരു സമ്മാണ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പറയാം, ഓരോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ചും നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുപോലെ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഈ ഐഡൻറ്റിറ്റികളുടെ എല്ലാതിൻ്റെയും ഒരു സമ്മാണ്. Discourse is the context in which a culture's communication, meaning production, and interpretation occur. Example, the culture's values introduce and develop the notions of femininity and masculinity in the children. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യത്തിനെ പറയുന്നത്, ഈ ചുറ്റുപാടിനെ പറയുന്ന പേരാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. അവിടെയാണ് കൾച്ചർ കമ്മ്യൂണിക്കേഷനും മീനിങ് പ്രൊഡക്ഷനും ഇൻ്റർപ്രിട്ടേഷനും നടക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ഓരോ കൾച്ചറിനനുസരിച്ചിട്ടും ഫെമിനിറ്റി എന്താണ്, മാസ്കുലിനിറ്റി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് ഓരോ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറും. ഫോർ എക്സാമ്പിൾ അമേരിക്കയിലെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഡിസ്കോഴ്സിലനുസരിച്ചിട്ട് അവരുടെ ഫെമിനിറ്റി എന്താണ്, മാസ്കുലിനിറ്റി എന്താണെന്ന് അവിടുത്തെ കുട്ടി മനസ്സിലാക്കുന്നത് അവരുടെ രീതി അനുസരിച്ചിട്ടായിരിക്കും. അതുപോലെ ഇവിടുത്തെ രീതി അനുസരിച്ചിട്ടായിരിക്കും ഇവിടുത്തെ മാസ്കുലിനിറ്റി എന്താണെന്നും ഫെമിനിറ്റി എന്താണെന്നും ഇവിടുത്തെ കുട്ടി മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടിനെ പറയുന്ന പേരാണ് ഡിസ്കോഴ്സ്. ഐഡൻറ്റിറ്റി ഈസ് ദ കോൺസിക്വൻസ് ഓഫ് റെപ്രസെൻറ്റേഷൻ ആൻഡ് എഫക്റ്റ് ഓഫ് ഡിസ്കോഴ്സ്. ഈ ഒരു ഡിസ്കോഴ്സിൻ്റെ ഒരു എഫക്റ്റാണ് ഈ ഒരാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൻ്റെയും ഒരു എഫക്റ്റാണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റീസ് ആർ മൾട്ടിപ്പിൾ ആൻഡ് കോൺസ്റ്റൻ്റ്ലി ഷിഫ്റ്റിംഗ്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ആണ്, ഒരുപാട് എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജെൻഡർ, ക്ലാസ്, കാസ്റ്റ്, ഏജ്, റിലീജിയൻ, എത്നിസിറ്റി, നാഷണാലിറ്റി, റേസ് ഇവയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ. ഐഡൻറ്റിറ്റി ഈസ് ബേസ്ഡ് ഓൺ മൾട്ടിപ്പിൾ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്. അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കൾച്ചറൽ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മുടെ ഐഡൻറ്റിറ്റി മാറും. ഫോർ എക്സാമ്പിൾ, ക്ലാസ് റൂമിൽ നമ്മൾ സ്റ്റുഡൻ്റ് ആണ്, ബസ്സിൽ നമ്മൾ ട്രാവലറാണ്. ബസ് എന്ന് പറയുന്ന കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ട്രാവലറും, കോളേജ് എന്ന് പറയുന്ന കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ സ്റ്റുഡൻറ്റുമാണ്. ബേസ്ഡ് ഓൺ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ആണ് നമ്മുടെ ഐഡൻറ്റിറ്റി. ഇറ്റ് ഈസ് നെവർ ജസ്റ്റ് വൺ ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി ഇസ് നോട്ട് എ ക്വാളിറ്റി ദാറ്റ് ഇസ് ഇൻഹറൻറ്റ് ഓർ സ്റ്റേബിൾ ഇൻസൈഡ് മീ. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള കാര്യമല്ല, മറിച്ച് നമ്മൾ എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന ചുറ്റുപാടിനും അനുസരിച്ചിട്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. Anti-essentialist. The view of subjectivity and identity as based on difference, cultural context and repetition is often called anti-essentialist because it rejects the idea of a core unchanging identity. സബ്ജക്റ്റിവിറ്റിയും ഐഡൻറ്റിറ്റിയും കൾച്ചറൽ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നുള്ള ഈ ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് ആൻറ്റി എസെൻഷ്യലിസ്റ്റ് എന്ന് വിളിക്കാം. കാരണം ഇത് അൺചേഞ്ചിങ് ആണ് എന്നുള്ള ആ ഒരു ഐഡൻറ്റിറ്റി അൺചേഞ്ചിങ് ആണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ റിജക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ആൻറ്റി എസെൻഷ്യലിസ്റ്റ് എന്ന് വിളിക്കാം. The question of agency in language. Agency is the capacity to perform a particular task to influence the course of events or influence people. Capacity അല്ലെങ്കിൽ പവറിനെ വിളിക്കുന്ന പേരാണ് ഏജൻസി. The capacity to perform a particular task to influence the course of events or influence people. ഇതിനുള്ള ഈ ഒരു കപ്പാസിറ്റീനെ വിളിക്കുന്ന പേരാണ് ഏജൻസി.
Culture is about sharing meaning, but meanings are never fixed. കൾച്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അബൌട്ട് ഷെയറിങ് മീനിങ്സ്. ഒരുപാട് കാര്യങ്ങൾ, ബിലീഫ്സും കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഒന്നാണ് കൾച്ചർ. ബട്ട് ദീസ് മീനിങ്സ് ആർ ഓൾവേസ് ചേഞ്ചിങ്. മീനിങ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിക്സ്ഡ് അല്ല, മീനിങ്സ് ആർ ചേഞ്ചിങ്. ബിലീഫ്സും കാര്യങ്ങളും ഒക്കെ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എക്സാമ്പിൾ, ഇന്ത്യ എന്ന് പറഞ്ഞത് ആദ്യം ഒരു സോഷ്യലിസ്റ്റ് നാഷനായിരുന്നു, പക്ഷേ ഇപ്പോൾ പിന്നീട് അതൊരു കൺസ്യൂമർ സൊസൈറ്റിയായി മാറി. ഇന്ത്യ എന്നതിൻ്റെ മീനിങ് ആദ്യം സോഷ്യലിസ്റ്റ് നാഷൻ എന്നുള്ളതിൽ നിന്ന് ഇപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ സൊസൈറ്റിയിലേക്ക് മാറി. അതാണ് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ. ഏജൻസി ആൻഡ് ഡിസ്കോഴ്സ്. ഏജൻസി എന്ന് പറഞ്ഞാൽ ദ കപ്പാസിറ്റി ടു ഇൻഫ്ലുവൻസ്. ഡിസ്കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാട്, നമ്മളുടെ ആ ഒരു കോണ്ടെക്സ്റ്റിനെയാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. ഏജൻസി ഇൻ ലാംഗ്വേജ് ഈസ് എസെൻഷ്യലി അബൌട്ട് ലാംഗ്വേജ്. ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്കോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്നതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരിക്കലും എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തും പോയിട്ട് ചെയ്യാനോ പറയാനോ പറ്റില്ല. എക്സാമ്പിളാണ് മോഡേൺ ലോയുടെ ഡിസ്കോഴ്സ്. ഒരു മോഡേൺ ലോ ഉള്ള ഒരു കോർട്ട് റൂമിനകത്ത് കയറിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ ദേഹത്ത് പ്രേതം കയറി, അതുകൊണ്ടാണ് ഞാൻ ഈ വ്യക്തിയെ കൊന്നത്, അതുകൊണ്ട് ഞാൻ ഇന്നസെൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതൊരിക്കലും അവിടെ ആക്സെപ്റ്റബിൾ അല്ല. നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പറയാനുള്ള പവർ ഇല്ല. അതാണ് അവിടുത്തെ ഏജൻസി നമ്മളെ അങ്ങനെ ആ ഡിസ്കോഴ്സിൽ പറയാൻ അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരു ക്ലാസ് റൂം എന്ന് പറഞ്ഞ ഡിസ്കോഴ്സിൽ നമുക്ക് സിങ് ചെയ്യാനോ ഡാൻസ് ചെയ്യാനോ ഉള്ള കപ്പാസിറ്റി ഇതും ഇല്ല, പാടില്ല. ബിക്കോസ് അതവിടെ ഇൻഡീസെൻറ്റ് ബിഹേവിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ക്ലാസ് റൂമിനകത്ത് പോയിട്ട് ഡാൻസ് ചെയ്യാനോ പാട്ട് പാടാനോ ഒന്നും അനുവദിക്കുന്നില്ല. Agency, discourse and culture. Discourse is the context in which culture's communication, meaning production and interpretation occur. കൾച്ചേഴ്സ് കമ്മ്യൂണിക്കേഷനും കൾച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നതും കൾച്ചറിൻ്റെ മീനിങ് പ്രൊഡക്ഷൻ നടക്കുന്നതും അതുപോലെ കൾച്ചറിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നടക്കുന്നതുമായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിനെ പറയുന്ന പേരാണ് ഡിസ്കോഴ്സ് എന്ന്. അതിന് എക്സാമ്പിളാണ് ജെൻഡറിൻ്റെ ഡിസ്കോഴ്സ്. അവിടെ വുമണിനെ അല്ലെങ്കിൽ ഗേൾസിനെ വീക്കറായിട്ടാണ് കാണുന്നത്. ജെൻഡറിൻ്റെ ഡിസ്കോഴ്സിൽ ഗേൾസിനെ വീക്കറായിട്ടും ഡെലിക്കേറ്റ് ആയിട്ടാണ് കാണുന്നത്. അവരുടെ ഡ്യൂട്ടീസായിട്ട് കൺസിഡർ ചെയ്യുന്നത് വീട്ടിലെ കുട്ടികളെ വളർത്തുന്നതും അവരെ കെയർ ചെയ്യുന്നതുമാണ് അവരുടെ ഡ്യൂട്ടീസായിട്ട് കാണിക്കുന്നത്. അവരെപ്പോഴും പ്രൊട്ടക്ഷൻ വേണ്ട ആൾക്കാരാണെന്നും അതുപോലെ അവർ ഇങ്ങനത്തെ ഡ്രസ്സുകളെ ഇടാൻ പാടുള്ളൂ, ഇങ്ങനത്തെ ഗെയിമുകളെ കളിക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ, ഇങ്ങനെ സംസാരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ജെൻഡറിൻ്റെ ഡിസ്കോഴ്സിലുണ്ട്. അത് അവളുടെ എൻറ്റയർ ലൈഫിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് മീൻസ് ദ ഗേൾസ് ഏജൻസി ഈസ് ലിമിറ്റഡ് വിത്തിൻ ദ ഡിസ്കോഴ്സ്. ആ ഒരു ജെൻഡറിൻ്റെ ഡിസ്കോഴ്സിൽ അവളുടെ ഏജൻസി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു പെർഫോം എന്ന് പറഞ്ഞത്, അവളുടെ ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് ആണ്. അവൾക്ക് പെർഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ജെൻഡറിൻ്റെ ഡിസ്കോഴ്സിൽ വളരെ ലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത്.